സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഗോത്രത്തിനകത്ത് വളർത്തി തീരും. കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെ നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥിതിയിൽ ശരിക്കും ഈ പ്രവർത്തി ഒഴിവാക്കുമ്പോൾ വീടെന്നൊരു സങ്കല്പത്തിനോട് യോജിപ്പുണ്ട്. അപ്പോൾ വീട് ഉണ്ടായ സാധനമല്ലേ, അത് ഇയാൾ വിചാരിച്ച ഇങ്ങനെ വിചാരിച്ച പോവോ? എന്തൊരു നവരസം. അപ്പൊ ശരിക്കും അങ്ങനെയും മൈത്രേനെ ഒരു 5-6 വർഷം ജീവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വിവരമൊക്കെ നല്ലോണം ഉണ്ട്. ഞാൻ ഈ ജീവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ള അതുകൊണ്ട് ഞാനൊരു വലിയ സംഭവം അല്ലേ. എല്ലാവരും എല്ലാം ആകുന്നില്ല. എല്ലാവരും വക്കീലാകത്തില്ല, എല്ലാവരും കണ്ടക്ടർ ആകത്തില്ല, എല്ലാവരും ഓട്ടോറിക്ഷക്കാരനാകത്തില്ല എന്ന് മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ എന്താ, രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. അത് തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് കുട്ടികളെ വളർത്തി തീരത്തില്ല. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും. കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. സർ സിപിയുടെ പുതിയ കണ്ടുപിടുത്തം. അംബാനി കോന്തനാ, അതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം 5000 കോടി 50,000 കോടിയൊന്നും കോടികൾ ഉണ്ടായിട്ട് മാത്രമാണെങ്കിൽ അംബാനി കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവാണ്. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗിക ബന്ധം മൈത്രേയും സ്വയം സമ്മതിക്കേണ്ടി വരുമോ? പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അപ്പൊ പണം മറ്റു ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ വരാനോ മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ പണം സമ്പാദിക്കുന്നത്? അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട്. ഇത് പണം ഇത്ര കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് കാഴ്ചപ്പാട്. വേറെ ഒന്നിനുമല്ല. വേറെ ഒന്നിനും. 13 വർഷം മൈത്രേയന് സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ സമ്പാദിക്കുന്നില്ല. ഇല്ല. ഇത് പറയുമ്പോ അതിലൊരൊറ്റ ചോദ്യം, ഈ 13 വർഷത്തെ ഇഷ്ടത്തെ അയാളെ എന്റെ അടുത്ത് ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കുന്നത്. തനിക്ക് അജണ്ടയുണ്ട്. അതായത് മൈത്രേയൻ ഞാൻ കേട്ടു, ഞാൻ ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അനുവദിക്കത്തില്ല. അതായത് അനുവദിക്കത്തില്ല. താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്ന. മറ്റേതങ്ങനല്ല. കുടുംബത്തിനകത്ത് ധാരാളം ആൾക്കാരുണ്ട്. അവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനകത്ത് ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ. ഞാൻ ഈ ജയശ്രീയായിട്ട് ജീവിക്കുന്നെന്ന് പറയുമ്പോൾ ഞാനും ജയശ്രീയും കൂടെ മാത്രമേ ഇരിക്കുന്ന ഒരു കുടുംബം, ഒരു വീട് ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. കൃത്യമായിട്ട് ആ ചോദ്യം ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരൊറ്റ വരിയിൽ ഞാൻ ചോദിച്ചുള്ളൂ, ഈ 13-15 വർഷം പിടിക്കാനാണ് വന്നത്. അതിന്റെ അത്രേ ഉള്ളു. അറിയാനുള്ള ആളൊന്നുമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, താൻ അജണ്ടയുള്ള ആളാ. എങ്ങനെയാണ് അജണ്ട? ഇതാണ് ഈ 2020 ഏകദേശം 13,000 കോടി സംഭവിച്ചത് ഇന്ന് 2024 വരുമ്പോൾ 19,000 കോടിയോളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6,000 കോടിയുടെ വർധന വരുന്നത് എങ്ങനെയാ? ഈ നിരോധിതമായിട്ട് സംഭവിക്കുന്ന നിർത്തി. യൂസ്ലെസ് ആയിട്ട് മിണ്ടാൻ എനിക്ക് വയ്യ. ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. പൊതുപ്രവർത്തകന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന തന്റെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ. ഐ ആം സോറി, ലെറ്റ് മീ ഗോ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.